ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഐ എം രതീഷ്. ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കപ്പപ്പുഴുക്കാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. നമ്മൾ 1 കിലോ കപ്പ നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പീസ് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് പഴുത്തതുണ്ട്, പച്ചയുണ്ട്, ഒരു 2-3 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് വെള്ളം കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് താളിച്ചെടുക്കാം. കപ്പയെല്ലാം വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് താളിക്കാനായി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇളക്കി കൊടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഇതിനകത്തേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്, കപ്പപ്പുഴുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. ബൈ.